ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ പുതിയ പ്രഭാതത്തിൽ നമ്മുടെ അല്പം നേരത്തെ ചിന്തിക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യം. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. ആ നാട് ഭരിച്ചിരുന്നത് നല്ലവനായ ഒരു രാജാവായിരുന്നു. ഒരിക്കൽ രാജാവ് മന്ത്രിയെയും കൂട്ടി വേഷപ്രച്ഛന്നരായി നാട്ടുകാരുടെ ക്ഷേമം അന്വേഷിച്ചിറങ്ങി. അവർ അങ്ങനെ നടക്കുമ്പോൾ രാജാവിൻ്റെ വസ്ത്രം എന്തിലോ കൊണ്ട് അല്പം കീറിപ്പോയി. രാജാവ് ഒരു തയ്യൽക്കാരനെ കണ്ടെത്താൻ മന്ത്രിയെ അയച്ചു. മന്ത്രി രഹസ്യമായി തയ്യൽക്കാരനോട് വിവരങ്ങൾ പറഞ്ഞു. എന്നിട്ട് രാജാവിനെ കൂട്ടിക്കൊണ്ടുവന്നു. തയ്യൽക്കാരൻ വേഗത്തിൽ തന്നെ ഉടുപ്പ് നന്നായി തയ്ച്ചു കൊടുത്തു. രാജാവ് ചോദിച്ചു, നിനക്ക് എന്താണ് പ്രതിഫലം തരേണ്ടത്? തയ്യൽക്കാരൻ ചിന്തിച്ചു, ഞാൻ എന്ത് ചോദിക്കണം? സാധാരണയിൽ അധികം ചോദിച്ചാൽ രാജാവ് കരുതും താൻ അത്യാഗ്രഹിയും നാട്ടുകാരോട് അമിതമായ ചാർജ് ഈടാക്കുന്നവനും ആണെന്ന്. തീരെ കുറച്ച് ചോദിച്ചാൽ ഞാനൊരു ഭോഷനാണെന്ന് രാജാവ് കരുതും. അതുകൊണ്ട് തയ്യൽക്കാരൻ പറഞ്ഞു, അല്ലയോ മഹാരാജൻ, അങ്ങയുടെ ഉടുപ്പ് തയ്ച്ചു തരുവാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ ഭാഗ്യം. അതിന് എനിക്ക് പ്രതിഫലം ഒന്നും ആവശ്യമില്ല. അല്ല, എന്തെങ്കിലും നൽകണമെന്നാണ് അങ്ങയുടെ താല്പര്യമെങ്കിൽ അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്താലും. തയ്യൽക്കാരൻ്റെ പെരുമാറ്റത്തിലും മറുപടിയിലും മതിപ്പ് തോന്നിയ രാജാവ് അദ്ദേഹത്തിന് പ്രതിഫലമായി 2 ഗ്രാമങ്ങളാണ് നൽകിയത്. മാന്യമായ പെരുമാറ്റം ഏവരെയും ശ്രേഷ്ഠരാക്കുന്നതും മറ്റുള്ളവരെ ആകർഷിക്കുന്നതുമാണ്. മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ച് മതിപ്പുണ്ടാക്കുന്നതും നമ്മുടെ മാന്യമായ പെരുമാറ്റമാണ്. മറ്റുള്ളവരെ ആദരിക്കുന്നതും സ്വയം വിനയപ്പെടുന്നതും മാന്യമായ പെരുമാറ്റത്തിൻ്റെ ലക്ഷണമാണ്. എന്നാൽ സ്വയം മാന്യരെന്ന് നടിക്കുന്നവരെ മാന്യരായി കാണുവാൻ മറ്റുള്ളവർക്ക് കഴിയാതെ പോകും. അവരെ മാന്യരായി കാണുന്നതിലാണ് നമ്മുടെ മാന്യത അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ സകല മഹത്വവും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് വിസ്മരിക്കരുത്. അഥവാ സമൂഹത്തെ മാറ്റി നിർത്തി ആർക്കും നിലനിൽപ്പാൻ കഴിയുകയില്ല. നമ്മുടെ മഹത്വം സമൂഹത്തിലാണ് വെളിപ്പെടുത്തുന്നത്. അതിനാൽ സമൂഹത്തെ ധിക്കരിക്കുന്നവർ മാന്യരായി പരിഗണിക്കപ്പെടുവാൻ ഇടയില്ല. ഇതിനർത്ഥം സമൂഹം പറയുന്നത് പോലെ മാത്രം നാം ജീവിക്കണം എന്നല്ല. എന്നാൽ അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും താഴ്മയോടെ പ്രവർത്തിക്കുകയും വിശ്വസ്തരും മറ്റുള്ളവർക്ക് ഉപകാരികളും ആയിരിക്കുക എന്നതാണ്. അങ്ങനെ സമൂഹത്തിന് അനുഗ്രഹമാകുന്നവരെ സമൂഹം മാന്യരായി കണക്കാക്കുന്നു എന്ന് മാത്രം. നമ്മിലെ സദ്ഗുണങ്ങളാണ് നമ്മെ സമൂഹത്തിന് അനുഗ്രഹമാക്കി തീർക്കുന്നത്. അങ്ങനെ നാം സമൂഹത്തിന് അനുഗ്രഹമാകുമ്പോഴാണ് സമൂഹം നമ്മെ മാന്യരായി അംഗീകരിക്കുവാൻ ഇടയാക്കുന്നത്. മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുവാനും അവർക്ക് അനുഗ്രഹമായി ജീവിക്കുവാനും കഴിയുന്നതാണ് ജീവിതത്തിൻ്റെ മഹത്വവും മാന്യതയും. അങ്ങനെ ജീവിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, പ്രഭാതത്തിൽ ഞങ്ങൾ ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഉൾക്കാഴ്ചയ്ക്കനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യതയോടെ ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. സ്വയം മാന്യരെന്ന് എണ്ണുവാനല്ല കർത്താവേ, ഞങ്ങളുടെ പെരുമാറ്റത്തിലൂടെയും ഞങ്ങളുടെ പ്രവൃത്തികളിലൂടെയും മറ്റുള്ളവർ ഞങ്ങളെ ബഹുമാനിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളിലൂടെ കർത്താവെ അങ്ങേ കാണുവാൻ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.